മനുഷ്യന് വേണ്ടി മനുഷ്യനായി വന്ന ഒരേ ഒരു ദൈവമുണ്ട്. മനുഷ്യന് വേണ്ടി മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അവതരിച്ച ഒരേ ഒരു ദൈവമുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അത് മാത്രമല്ലോ ഞാൻ പറയാം. അതൊന്നും ദൈവമല്ല. ഞാൻ പറയട്ടെ, ചേട്ടന്റെ പാപം, എന്റെ പാപം, ചേട്ടന്റെ കുറ്റം, എന്റെ കുറ്റം, ഇതൊക്കെ വഹിച്ച ഒരു ദൈവമുണ്ട്. ആ ശരിയായിട്ട് ഇവിടെ പണിയെടുത്ത് ജീവിച്ചു. 33.5 വർഷം അവൻ അപ്പനമ്മമാർക്കൊക്കെ കീഴ്പ്പെട്ട് നല്ല നടപ്പായി നടന്ന് ഇവിടെ ജീവിച്ചു. നല്ല മാന്യമായി ജീവിച്ചു. 30 വയസ്സ് വരെ, 30 വയസ്സ് തൊട്ട് 33.5 വയസ്സ് വരെ അവൻ സ്വർഗീയ വേല ചെയ്തു. എന്താ സ്വർഗീയ വേല എന്നറിയൂ? അത് ലാസ്റ്റ് മരണസമയം യേശു പറഞ്ഞൊരു വചനം എന്നിട്ട് അറിയൂ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു. മതം മാറ്റല്ല യേശു പറഞ്ഞത്, മനസ്സിന്റെ മാറ്റം. ഏതൊരു മനുഷ്യനെയും നരഭോജിയാകിയ മനുഷ്യനെ നരസ്നേഹിയാക്കി മാറ്റുന്ന ആളാണ് യേശു. യേശു ക്രിസ്തു പറയാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. വാതിൽ എന്താണെന്നറിയൂ? വീടിന്റെ വാതിലല്ല, നമ്മുടെ ഹൃദയത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മുട്ടുന്നു, തുറന്നാൽ ഞാൻ അതിൽ പ്രവേശിക്കാം. എങ്ങനെ തുറക്കാന്നറിയോ? വിശ്വാസത്താൽ. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. പക്ഷെ ഫോട്ടോയിലും കല്ലിലും മണ്ണിലും കാണുന്ന ആളല്ല യേശു, ഫ്രെയിമിൽ കാണുന്ന ആളല്ല യേശു. യേശു ക്രിസ്തു ആത്മാവാണ്. ഈ യേശു രണ്ടാമത് വരാൻ പോയി വീണ്ടും ഭൂമിക്ക്. അന്ന് ഈ ഭൂമിയുടെ അവസാനം. അതിൻ്റെ അടയാളങ്ങളാണ് ഈ നമ്മുടെ മഴ ആദ്യം തൊട്ടുണ്ട്. പൊരിഞ്ഞ മഴയുണ്ട്, വെള്ളപ്പൊക്കം വരുന്നുണ്ട്, ഭൂകമ്പം, യുദ്ധം. എവിടെ നോക്കിയാലും യുദ്ധമാണ് എന്ന് പറഞ്ഞ പോലെ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ അടയാളമാണ്. യേശുവിനെ മരിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ നോ സെക്കൻഡ് ചാൻസ്. മരിക്കുന്നതിന് മുമ്പ് സ്വീകരിച്ചാൽ മരിച്ചാലും ജീവിക്കും. യേശു പറഞ്ഞു, ഒരുത്തൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതിന് പേര് മാറണം, മതം മാറണ്ട. ചേട്ടൻ്റെ ഹൃദയം മട്ടും മാറിയ പോകും. കല്ലിൻ്റെയും കട്ടാലിന് മുമ്പിൽ നിന്ന് മുട്ടുകൊത്തല്ല, ജീവനുള്ള ദൈവത്തിന് മുമ്പിൽ മുട്ടുകൊത്തു. ദൈവം ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട്. ഗോഡ് ബ്ലസ് യു. ഓക്കെ, പറഞ്ഞു ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയ ചേട്ടനൊപ്പം ഉണ്ട്.